എനിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. കേസ് ഫയൽ ചെയ്തിരിക്കുക. പരാതിയല്ല, കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. സിവിലായും ക്രിമിനലായും ചില കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണം എന്ന് പറഞ്ഞിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. ഞാൻ പി ശശിക്കെതിരെയും ADGP അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഉന്നയിച്ച വിഷയങ്ങൾ അതുപോലെ നിൽക്കുകയാണ്. ആ വിഷയങ്ങളിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുകയോ ആ വിഷയങ്ങളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള ചില നിലപാടുകൾ എടുക്കുകയോ ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് പൂരം കലക്കിയ അല്ലെങ്കിൽ പൂരം കലക്കിക്കാൻ നേതൃത്വം നൽകിയ ADGP അജിത് കുമാറിനെ ഒരു കസാരയിൽ നിന്ന് മറ്റൊരു കസാരയിലേക്ക് മാറ്റിയെന്നതാണ്. മാത്രമല്ല, അതിൽ വലിയ കള്ളക്കളി ഗവൺമെൻറ് നടത്തിയത് ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് DGP നൽകിയ റിപ്പോർട്ട്. അദ്ദേഹത്തെ കൊണ്ട് അത് തിരുത്തിക്കാൻ ശ്രമം നടന്നു. അത് നടക്കാതെ വന്നപ്പോൾ അവസാനം ഗവൺമെൻറ് തന്നെ അദ്ദേഹത്തെ സ്ഥാനചലനത്തിന് മാത്രം വിധേയമാക്കി. DGP കൊടുത്ത റിപ്പോർട്ടിൽ 3 അന്വേഷണം കൂടി പ്രഖ്യാപിച്ചു തൃശ്ശൂർ വിഷയത്തിൽ. അങ്ങനെ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് നിർത്തുകയാണ്. വലിയ ആവേശത്തോടു കൂടി പറഞ്ഞിരുന്ന CPI ഒന്നും കാണാൻ പോലും ഇല്ല. കാരണം ഇടതുപക്ഷ കക്ഷികൾ അത് ഏറ്റെടുത്തു. ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഏത് വഴിക്ക് പോയി എന്ന് കേരളത്തിലെ ജനങ്ങളിപ്പോൾ അന്വേഷിക്കുകയാണ്. അതോടൊപ്പം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് 150 കേസാണ് പോലീസ് പിടിച്ചതായിട്ട് റെക്കോർഡുള്ളതായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ കൊടുത്ത മൊഴിയിൽ അന്ന് പറഞ്ഞത് ഈ 150 പേരിൽ ഒരു 10 പേരെങ്കിലും വിളിച്ചിട്ട് ഇവർ ഈ സ്വർണം എങ്ങനെ കൊണ്ടുവന്നു, എങ്ങനെ എയർപോർട്ട് ക്രോസ് ചെയ്തു, എങ്ങനെ പോലീസ് പിടിച്ചു, എവിടേക്ക് കൊണ്ടുപോയി, എത്രയായിരുന്നു സ്വർണം, എത്രയാണ് കോടതിയിൽ കൊടുത്തത്, ഏത് തട്ടാൻ്റെ അടുത്തായിക്കാണ് പോയത്, ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. പത്രക്കാരായ നിങ്ങളെ തന്നെ കൂട്ടിയിട്ട് ഒഫീഷ്യൽ അപ്രൈസർ എന്ന് പറയുന്ന ഉണ്ണി എന്ന് പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ സ്വത്തുവകകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. 2 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഒരന്വേഷണവും നടത്തിയിട്ടില്ല. എയർപോർട്ടിൽ രാത്രി 10 മണിക്ക് ശേഷം എയർപോർട്ട് പരിസരത്തെ കടകൾ തുറക്കാൻ പാടില്ല എന്ന അന്നത്തെ SP സുജിത് ദാസ് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 വർഷക്കാലത്തോളം ആ എയർപോർട്ട് പരിസരത്തെ കടകൾ മുഴുവൻ അടിപ്പിച്ച്, എയർപോർട്ട് നിങ്ങൾക്കറിയാം രാപ്പകൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എയർപോർട്ട്. രാത്രി കാലങ്ങളിൽ നേരം വെളുക്കുന്നവരെ ഫ്ലൈറ്റ് ഉണ്ട്. 100 കണക്കിന് ജോലിക്കാരുടെ വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിൻ്റെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് രാത്രിയിലാണ്. ഇവരൊക്കെ പട്ടിണിയിലാക്കുന്ന ഒരു നിലപാടായിരുന്നു എടുത്തിരുന്നത്. ഈ കടകൾ, ഹോട്ടൽസ് ഒക്കെ അടച്ചിരുന്നു. ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. റിദാൻ ബാസിൽ കേസ് ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗമായിരുന്ന ആ കേസിനെ അട്ടിമറിക്കാൻ അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം കേസ് പുനരന്വേഷണത്തിന് ഇടവണ്ണ പോലീസിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് കോടതിയിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങി അതിനെ അട്ടിമറിച്ചു. മാമി കേസ് ഒരു അഡ്രസ്സും ഇല്ല, ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. അന്ന് കേസ് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് SP ആ കേസ് 3 ദിവസമാണ് അന്വേഷിച്ചത്. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ആ കുടുംബം തൃപ്തരായിരുന്നു. 3-ാമത്തെ ദിവസം അദ്ദേഹത്തെ പോലീസിൽ നിന്ന് തന്നെ മാറ്റി, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി. അതുപോലെ തന്നെ സന്ദീപാനന്ദഗിരി കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ച് DYSP കൊടുത്ത റിപ്പോർട്ട് ആദ്യം അന്വേഷിച്ച 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെന്നും CPMൻ്റെ ഉന്നത നേതാവ് കാരായി രാജനെ ഉൾപ്പെടെയുള്ളവരെ ആ കേസിൽ ഉൾപ്പെടുത്താൻ അവരുടെ ഫോൺ റെക്കോർഡുകളടക്കം അവർ ടാപ്പ് ചെയ്തു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 ആളുകളെ സസ്പെൻഡ് ചെയ്യാൻ യഥാർത്ഥ പ്രതികളെ പിടിച്ച DYSP കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഒരു പരാമർശവുമില്ല. ഒരു കാര്യവും നടന്നിട്ടില്ല. അപ്പോൾ ഇത് വലിയ വിഷയമായി. എവിടെ? ഈ ചേലക്കര തെരഞ്ഞെടുപ്പിൽ DMK പിന്തുണക്കുന്ന സുധീർ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൽ വലിയ വോട്ട് വരുന്നത് CPMൽ നിന്നാണ്. എന്തുകൊണ്ടാണ്? അവിടെ പാർട്ടി സഖാക്കൾ വന്ന നേതാക്കളോട് മുഴുവൻ ചോദിച്ച ചോദ്യം അതാണ്. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല? അല്ല, PV അൻവർ പറഞ്ഞത് കളവാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ലീഗൽ സ്റ്റെപ്സ് PV അൻവറിനെതിരെ എടുത്തില്ല എന്നുള്ള ചോദ്യമുയർന്നു. ജനങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണം. പാലക്കാട് അതിൻ്റെ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ് CPMനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഈ പറയുന്ന തലശ്ശേരി കണ്ണൂർ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഞങ്ങളിതാ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? P ശശി എന്താ പറഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പ് PV അൻവർ ഈ പറയുന്ന കള്ളക്കടത്ത് സംഘങ്ങളുടെ പിന്തുണയോടെയാണ് ഇത് നടത്തുന്നത്. ആരാണ് ഈ കള്ളക്കടത്ത് സംഘങ്ങൾ? അദ്ദേഹം വ്യക്തമാക്കട്ടെ. എന്താ വ്യക്തമാക്കാൻ മടി?
PV അൻവറിന് പിന്നിലുള്ള കള്ളക്കടത്ത് സംഘമാരാണ് ഒരാളെ പേര് പറയട്ടെ എന്ന്. അപ്പോൾ പുകമറ സൃഷ്ടിക്കുക. ഞാൻ അവസാനമായി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് പോട്ടെ. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇത് സംശയമായിരുന്നെങ്കിൽ ഇന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഈ കള്ളക്കടത്തിനും ഈ കൊലപാതകത്തിനും ഈ തിരോധാനത്തിൻ്റെയും പിന്നിൽ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം അജിത് കുമാറിന് ഞാൻ എതിരെ പറഞ്ഞ ഈ കാര്യങ്ങൾക്കപ്പുറം നിങ്ങൾക്കടക്കം തെളിവ് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വാങ്ങിയ ഫ്ലാറ്റ് 33,80,000-ന് 2019 ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു. ഫെബ്രുവരി 19 ഫെബ്രുവരി 28 29 അത് 65 ലക്ഷം രൂപക്ക് വിൽക്കുന്നു. രണ്ടിലും ഒരു പൈസ ഒഫീഷ്യലില്ല. പെയ്ഡ് ബൈ ക്യാഷ്. അപ്പോൾ അദ്ദേഹം വാങ്ങുമ്പം പിന്നെ അത് വിൽക്കുന്ന സമയത്ത് റിസീവ്ഡ് ബൈ ക്യാഷ്. ഇത്ര വലിയ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ കൃത്യമായ തെളിവ് ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരൊറ്റ കാര്യം മതി അജിത് കുമാറിനെ മണിക്കൂർ വെച്ച് സസ്പെൻഡ് ചെയ്യാൻ. ഇപ്പം ഇതിലൊന്നുമില്ല. ഇപ്പം എന്തായി? മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ അവിടത്തേക്ക് ഇദ്ദേഹം പോവുകയാണ്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട്, പോലീസിൻ്റെ നടപടി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പത്രക്കാരായ നിങ്ങളുടെ ചോദ്യം അത് ആരാണ്? അൻവറാണോ? അത് എനിക്കറിയില്ല. അതേ എന്താ പറയുക പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ളൊരു പരാതിയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഇത് പാലക്കാട് ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്.